ഗുഡ് മോർണിംഗ് ടു ഓൾ. ജിയോ കിച്ചൻ ടൂർ വൈബ്സ് എന്ന യൂട്യൂബ് കുക്കറി ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു ഈസ്റ്റർ സംബന്ധമായിട്ടൊരു വിഭവം ആണെന്ന് വേണമെങ്കിൽ കരുതാം. എങ്കിൽ നമുക്ക് ഈസ്റ്ററിന് ഉപയോഗിക്കാം. ഒരു നെയ്ച്ചോറും, നമ്മുടെ തലശ്ശേരി സ്റ്റൈലിലുള്ളൊരു നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയുമാണ്. ചിക്കൻ ഫ്രൈ നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്താൽ മതി. പക്ഷേ ഞാൻ ഇത്തവണ ഒരു പരീക്ഷണമായിട്ട് അതിനെ എയർ ഫ്രയറിലിട്ട് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ നോക്കാം. നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടുത്താം. ഇത് 3/4 കിലോ ചിക്കൻ മതി. ഇതിപ്പോൾ 1 കിലോ ഉണ്ട്. 1 കിലോ ചിക്കൻ ബോൺലെസ് അല്ല, ബോൺ ഉള്ളതാണ്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു ഗരം മസാല, പിന്നെ ഇത് നമ്മുടെ ബ്ലാക്ക് പെപ്പർ ഉണ്ട്. പിന്നെ ഇത് നമുക്ക് ഒരു 2 ടീസ്പൂൺ തൈരുണ്ട്. പിന്നെ ചില്ലി ഫ്ലേക്സ്, കുത്തുമുളകുണ്ട്. കറിവേപ്പില ഇത് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഒരു മുട്ട, പിന്നെ കോൺഫ്ലവർ, പിന്നെ കുറച്ച് ഓയിൽ, പിന്നെ ഉപ്പുണ്ട്. ഇതാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ചിക്കനിലേക്ക് ഗാർലിക് പേസ്റ്റ് ഇടാം. ഒരു ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം. പിന്നെ കാശ്മീരി ചില്ലി മുളക് പൊടിയാണ്. മുളക് പൊടി 2 ടേബിൾ സ്പൂൺ നമുക്ക് ഇടാം. 2 ടേബിൾ സ്പൂൺ ഉപയോഗിക്കുന്നു. പിന്നെ നമുക്ക് ഗരം മസാല ഉപയോഗിക്കേണ്ട 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ബ്ലാക്ക് പെപ്പർ, കുരുമുളക് പൊടി, പിന്നെ നമ്മൾ ചേർക്കാനുള്ളത് തൈരാണ്. 2 ടീസ്പൂൺ തൈരാണ്. പിന്നെ ചില്ലി ഫ്ലേക്സ്, കുത്തുമുളക് 1 ടീസ്പൂൺ. കറിവേപ്പില അരിഞ്ഞത്, കണക്കൊന്നുമില്ല, കുറച്ച് കറിവേപ്പില അരിഞ്ഞതാണ് കേട്ടോ, അതെവിടെയല്ല. പിന്നെ ഒരു മുട്ട, പിന്നെ 1 ടീസ്പൂൺ കോൺഫ്ലവർ ആണ്. പിന്നെ 1 ടീസ്പൂൺ വിനാഗിരി ഉണ്ട്. പിന്നെ 1 ടീസ്പൂൺ നമ്മൾ ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ്. ഇനി ഇതിനെ നന്നായിട്ട് കുഴയ്ക്കുക. ഉപ്പും ചേർക്കണം. നമ്മുടെ ചിക്കൻ നമ്മൾ മസാലയൊക്കെ ചേർത്തു. ഇത് 1 മണിക്കൂർ ഒന്ന് മാരിനേറ്റ് ചെയ്യണമെന്നാണ്. ഇത് ഫ്രിഡ്ജ് വെക്കേണ്ട ആവശ്യമില്ല, 1 മണിക്കൂർ. അപ്പോൾ നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്യുന്നത് നമ്മൾ ഇനി അടുത്തത് നമ്മുടെ ഗീ റൈസാണ്. നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് വരെ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അടുത്തായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു പൂരകമായിട്ട് നമ്മളൊരു നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണ്, ഗീ റൈസ്. ഇത് തലശ്ശേരി സ്റ്റൈലിലുള്ള നെയ്ച്ചോറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഇത് കൈമാ റൈസാണ്. 1 കിലോ കൈമാ റൈസ് ഉണ്ട്. അല്ല, 1 കിലോ ഇല്ല, 3 കപ്പ് കൈമാ റൈസ്. പിന്നെ അപ്പോൾ ഡാൽഡ വെച്ചിട്ടുണ്ട്. ഡാൽഡ വനസ്പതി ഘീ 1 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നെ നമ്മുടെ പശു നെയ്യുണ്ട്, ഇത് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. പിന്നെ ഇത് ഫ്രൈഡ് ഒനിയൻ. പിന്നെ കടി മസാല എന്ന് പറയുന്ന ഡ്രൈ മസാലയിൽ നമ്മൾ
സ്റ്റാർ അനൈസ്, തക്കോലം എന്ന് പറയുന്നത്, കറുവാപ്പട്ട, പച്ച ഏലക്ക, ഇത്രമായിട്ടാണ്. പിന്നെ ഇതുണ്ട്, ഗ്രാമ്പൂ ഉണ്ട്, ഒരു 5-6 ഗ്രാമ്പൂ. ഇത്രയാണ് നമ്മൾ എണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ ഏറ്റവും ആദ്യം നമ്മളെ വനസ്പതി ഇതിൽ ചേർക്കാം. അടുത്തതായിട്ട് നമ്മളെ പശു നെയ്യാണ്, ഘീ. ഇതൊരു 2 ടേബിൾ സ്പൂണാണ് ഇപ്പം ഞാൻ ചേർക്കുന്നത്. നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഡ്രൈ മസാല ഇതിലേക്ക് ഇടുകയാണ്. നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട്. നമ്മുടെ അതുപോലെ തന്നെ മസാല നല്ല ഫ്രൈ ആയി. അപ്പോൾ ഇനി നമുക്കിത് ഈ തലശ്ശേരി സ്റ്റൈല് ഗീ റൈസിന് ഇനി നമുക്ക് നേരെ റൈസാണ് ചേർക്കേണ്ടത്. ഈ റൈസ് പ്രത്യേകം നോക്കേണ്ട ഒരു കാര്യമുണ്ട്. 20 മിനിറ്റ് കുതിർത്ത് വെച്ച് അതിനുശേഷം വെള്ളം വാർത്തിയെടുത്ത അരിയാണിത്. അങ്ങനെയാണ് ഇതിൽ ചേർക്കേണ്ടത്. ഇനി നമുക്ക് ഈ അരി ഒന്ന് ഫ്രൈ ചെയ്യേണ്ടതുണ്ട്. നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. ഇതിന് മുമ്പ് ഒരു കാര്യം കൂടി ചേർക്കേണ്ടതുണ്ട്. നമ്മൾ ഈ ലെമൺ ജ്യൂസ് ഉണ്ട്, അത് നമ്മൾ ചേർക്കും. ഉപ്പ് നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രം ഉപ്പ് ചേർത്താൽ മതി, എന്നാലേ കറക്റ്റായിട്ട് ഉപ്പ് അറിയുള്ളൂ. ഇതൊന്ന് വറുത്ത് വരട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ അവസാനം വെള്ളത്തിൽ ചേർക്കുന്നതിന് മുമ്പായിട്ടൊരു കുറച്ച് ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ്. ഉപ്പും ഈ ലെമൺ ജ്യൂസും കൂടെ ചേർന്നിട്ട് ഒന്ന് ഫ്രൈ ആകുന്നത് ടേസ്റ്റ് കൂട്ടും. ഇനി അടുത്തായിട്ട് നമ്മൾ വെള്ളമാണ് ചേർക്കുന്നത്. വെള്ളം ഇത് 3 കപ്പ് റൈസാണ്. 3 കപ്പ് റൈസിന് അതിൻ്റെ ഇരട്ടി, അപ്പോൾ 6 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഈ റൈസ് കൈമ റൈസാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ജീരകശാലയാണെങ്കിലും മതി. നമ്മുടെ തലശ്ശേരി ബിരിയാണിക്ക് ഉപയോഗിക്കുന്ന റൈസാണ്. വളരെ സോഫ്റ്റാണ്, ടേസ്റ്റിയാണ്. ബസ്മതി അരി എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിനത്ര ശരിയാവില്ല. ഇതിന് കൈമ റൈസോ അല്ലെങ്കിൽ ജീരകശാല തന്നെ വേണം നെയ്ച്ചോറിന്. ഇനി നമുക്ക് ഇതിൽ ഉപ്പ് ചേർക്കണം. ഇനിയാണ് ഉപ്പ് ചേർത്താൽ അറിയുന്നത്. ഉപ്പ് ചേർക്കാറുണ്ട്. നമ്മൾ തിളയ്ക്കാറായി തുടങ്ങി. അപ്പോൾ നമുക്കൊന്ന് മൂടി വെക്കാം. അത് കഴിഞ്ഞ് മൂടി എടുക്കേണ്ടി വരും. നമ്മൾ ചിക്കൻ എയർ ഫ്രയറിലാണ് ആക്കാൻ പോകുന്നത്. നമ്മൾ ഇത് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനൊരു പരീക്ഷണമായിട്ട് ഇതിനെ എയർ ഫ്രയറിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാസ്ക്കറ്റ് നമ്മൾ നന്നായിട്ട് എണ്ണ പുരട്ടണം. എണ്ണ പുരട്ടുന്ന കൂടാതെ ഒരു 10 മിനിറ്റ് നമ്മളിത് പ്രീ ഹീറ്റിങ് ചെയ്യണം. നമ്മൾ വെള്ളം തിളച്ച് നന്നായിട്ട് പൊന്തി വരുന്നുണ്ട് റൈസ്. ഒന്ന് തീ അല്പം കുറയ്ക്കാം നമുക്ക്. അത് കഴിഞ്ഞ് ഇളക്കാതെ വെക്കാം. ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ വെള്ളം വറ്റും. ഇത് അധികം ഇളക്കാതിരിക്കുന്നതല്ലേ, പൊടിഞ്ഞു പോകും. അല്ലെങ്കിൽ ചോറ് പൊടിഞ്ഞു പോകും. അപ്പോൾ നമുക്കിങ്ങനെ നോക്കാം. നോക്കിയിട്ട് വെള്ളം ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കാം. അങ്ങനെ ആ സമയത്ത് നമുക്കിത് വാങ്ങാം. നമ്മുടെ നെയ്ച്ചോറായി വരുന്നുണ്ട്. വെള്ളം വറ്റി തുടങ്ങി. അപ്പോൾ അത് വരുത്തേക്ക് നമ്മൾ എയർ ഫ്രയർ ഒന്ന് ഓൺ ചെയ്യാം. എയർ ഫ്രയർ ഓണാക്കിയിട്ട് നമ്മളൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഡിഗ്രിയിൽ 10 മിനിറ്റ് നമുക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാം.
നമ്മുടെ നെയ്ച്ചോറ് ഏകദേശം ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി, ഒരല്പം കൂടെ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ഇതായിട്ടുണ്ട്. ഇന്ന് വെള്ളം വലിഞ്ഞോളും. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ നെയ്ച്ചോറായി കഴിഞ്ഞു. സ്റ്റൗ ഓഫ്. നമ്മൾ എയർ ഫ്രയർ 10 മിനിറ്റ് പ്രീ ഹീറ്റ് കൊടുത്തിരുന്ന ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മിക്കവാറും ഇടത്തരം വീടുകൾ മുതൽ മുകളിലേക്ക് എല്ലാ വീടുകളിലും തന്നെ എയർ ഫ്രയർ ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ധൈര്യമായിട്ട് എയർ ഫ്രയർ ഐറ്റങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നത്. ഇത് പ്രീ ഹീറ്റ് ആയി കഴിഞ്ഞു. നമ്മളിത് എടുത്ത് ബാസ്ക്കറ്റിൽ ഒന്നുകൂടെ, നേരത്തെ എണ്ണ തേച്ചാണെങ്കിൽ ഒന്നുകൂടെ എണ്ണ പുരട്ടാം. പിന്നെ ഓരോ കഷ്ണങ്ങളായിട്ട് ഇതിനകത്ത് എടുത്തിടാം. നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി 2 ബാച്ചായിട്ടെങ്കിലും ഇനി 2 ബാച്ചായിട്ട് കൂടി ചേർക്കേണ്ടി വരും. ഇനി നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. 200 ഡിഗ്രിയിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഒരു 15 മിനിറ്റ്. അതിനുശേഷം നമുക്ക് മറിച്ചിടണം. മറിച്ചിട്ടിട്ട് അല്പം എണ്ണ പുരട്ടിയിട്ട് വയ്ക്കണം. നമ്മൾ 15 മിനിറ്റ് വെച്ചിരുന്നതാണ്. അപ്പോൾ നമ്മളിനി ഇതിന് മുകളിലൊരല്പം ഓയിൽ പുരട്ടണം. ഇതിങ്ങനെ പുരട്ടണമെന്ന് ആരും പറയാറില്ല, പക്ഷേ ഇങ്ങനെ പുരട്ടി കഴിഞ്ഞാൽ നല്ലതാണ്. ഓയിലോ ബട്ടറോ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചിക്കന്. അതിനുശേഷം ഇതൊന്ന് മറിച്ചിടണം. മറിച്ചിട്ടിട്ട് പിന്നെ ഒരു 15 മിനിറ്റ് നമുക്ക് വെക്കാം. 15 മിനിറ്റ് വേണ്ട. മറിച്ചിട്ട് കഴിഞ്ഞു. ഒരു 15 മിനിറ്റ് വേണ്ട, ഒരു 10 മിനിറ്റ് കൂടെ വെച്ച് കഴിഞ്ഞാൽ മതി എന്ന് തോന്നുന്നു. അത് 200 ഡിഗ്രി സെൻറ്റിഗ്രേഡ് തന്നെ. നമ്മുടെ നെയ്ച്ചോറിൽ കുറച്ച് ഫ്രൈഡ് ഓണിയൻ ഇടാം. ബിസ്ത എന്ന് പറയും, തലശ്ശേരിക്കാർക്ക് ബിസ്ത എന്ന് പറയുന്നതാണ് സവാള വറുത്തത്. ആ 10 മിനിറ്റ് ആയി. നമ്മൾ 10 മിനിറ്റ് വെച്ചിരുന്നു. അപ്പോൾ നമ്മൾ അല്പം കൂടെ എണ്ണയോ ബട്ടറോ പുരട്ടിയിട്ടൊന്ന് എടുക്കണം. ഇവിടെ ചെറിയ കറണ്ടിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നത് കാരണം നമുക്ക് എല്ലാ ബാച്ചും, കംപ്ലീറ്റ് ബാച്ച് ഒന്നിച്ച് എയർ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. അത് കാരണം അത് നമ്മൾ എണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഏതായാലും ഒരു ബാച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ എടുത്ത് വെക്കാം. ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പി എണ്ണയ്ക്കകത്ത് ഡ്രൈ ഫ്രൈ ചെയ്യേണ്ടതാണ്. പക്ഷെ നമ്മളൊരു പരീക്ഷണത്തിന് വേണ്ടി എയർ ഫ്രൈ ചെയ്ത് നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല. എയർ ഫ്രൈ ചെയ്യാൻ നല്ല ഫ്രൈ ആവുന്നുണ്ട്. പക്ഷെ ഇതുമാതിരി എണ്ണ പുരട്ടി എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ ഐറ്റം എയർ ഫ്രയർ ചിക്കൻ ഫ്രൈയും നമ്മുടെ തലശ്ശേരി സ്റ്റൈലിലുള്ള നമ്മുടെ നെയ്ച്ചോറും ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പരീക്ഷിച്ച് നോക്കുക. ഈ ഗീ റൈസ് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇത് തലശ്ശേരി സ്റ്റൈലാണ്, മലബാർ സ്റ്റൈലാണ്. മലബാർ എന്ന് തന്നെ മുഴുവൻ പറയാൻ പറ്റത്തില്ല, തലശ്ശേരി സ്റ്റൈലാണിത്. അപ്പോൾ ഇത് എണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ, ചിക്കൻ എണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. പക്ഷേ എന്നാലും എയർ ഫ്രയറിൽ അതും ചെയ്യാൻ സാധിക്കും. അതാണ് ഇന്ന് ഞാനിത് പരീക്ഷിച്ച് നോക്കിയത്. അപ്പോൾ നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് പരീക്ഷിച്ച് നോക്കുക. നല്ലതാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം.
ഉണ്ടാക്കി നോക്കിയിട്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വിട പറയുകയാണ്. ഗുഡ് ബൈ ടു ആൾ. നല്ല ദിവസം ആശംസിക്കുന്നു. വിഷുവിൻ്റെ ആശംസകൾ.